വെൽക്കം ടു മഹാത്മാസ് ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ 30th ജൂലൈ 2021 നടന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫ കോഡ് നമ്പർ D ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1982/2020. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ, നമ്മുടെ മഹാത്മയുടെ ക്ലാസ്സിലെടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മഹാത്മയുടെ ബുക്കിലുള്ള കാര്യങ്ങളും ആണ് നമ്മളോട് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ പുറത്ത് നിന്നോ ഒന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അതൊരു ഓർഡറിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെക്ഷൻ കറക്റ്റ് പ്രപ്പോസിഷൻ ചൂസ് ചെയ്യാനായിരുന്നു. ചൂസ് എ കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഐ വെയിറ്റഡ് ഡാഷ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ, ഐ വെയിറ്റഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അപ്പം ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഐ വെയിറ്റഡ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. നമ്മൾ പ്രിപ്പോസിഷനൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അറ്റിൻ്റെ യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഐ വെയിറ്റഡ് അറ്റ് ദ ഗേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു എക്സാമ്പിൾ അടക്കം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കീ വാസ് ലൈങ് ഡാഷ് ദ ഫ്ലോർ. ദ കീ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ ആണല്ലേ. ഫ്ലോറിൻ്റെ മുകളിൽ എന്താണ് വരിക? ഓണാണ് വരിക. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ക്ലാസ് കേൾക്കുക. അടുത്തത് രണ്ടാമത്തെ പാർട്ടിൽ എന്തായിരുന്നു? ചൂസ് വൺ വേർഡ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. മൂന്നാമത്തെ ചോദ്യം അതിൽ ഹാവിങ് മെനി വൈഫ്സ് ഫോർ എ മാൻ. ഹാവിങ് മെനി വൈഫ്സ് ഫോർ എ മാൻ ഒരു എന്താണ് ആൻസർ വരുന്നത്? പോളിഗമിയാണ് അല്ലേ. ഒരാൾക്ക് കുറേ ഭാര്യമാരുള്ളതിന് എന്ത് പറയും? പോളിഗമി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹാവിങ് മെനി ഹസ്ബൻഡ്സ് ഫോർ എ വുമൺ അല്ലേ. ഒരു സ്ത്രീക്ക് കുറേ ഭർത്താക്കന്മാരുണ്ടാവുന്നതിന് എന്താണ് പറയുക? പോളിയാൻഡ്രി. ഓപ്ഷൻ ബി ആണ് പോളിയാൻഡ്രി. അടുത്തത് ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും നമ്മൾ ക്ലാസ്സിൽ പറയാത്തതുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹി ഈസ് ഡാഷ് ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. നമുക്കറിയാം സൂപ്പർലെറ്റീവ് ഡിഗ്രീസ് വരുമ്പോൾ ദായാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദായാണ് ഉപയോഗിക്കേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദ. ഹി ഈസ് ദ ക്ലെവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. സിക്സ്ത് ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ആൻസർ കീ ഇട്ടതിലുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫൈനൽ കീ വരുമ്പോൾ മാറി വരേണ്ടതാണ് ആൻസർ. സോ നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ ഇപ്പോൾ പറയണ്ട. ആൻസർ കീ വന്നതിൻ്റെ ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ എന്തായിരുന്നു? കറക്റ്റ് ആൻറ്റോണിം ഫ്രം ദ ബ്രാക്കറ്റ്സ് അല്ലേ. ചൂസ് ദ കറക്റ്റ് ആൻറ്റോണിം ഫ്രം ദ ബ്രാക്കറ്റ് ആണ്. സെവൻത്തിൽ എന്താണ് വന്നത്? സൈൻ അല്ലേ. SIN സൈൻ. എന്താണ് ആൻറ്റോണിം? ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? വെർച്യു ആണ്. ഓപ്ഷൻ സി, സൈൻ വെർച്യു. അതുപോലെ എയ്ത്ത് ക്വസ്റ്റ്യൻ വിസ്റ്റത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്. വിസ്റ്റത്തിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ് ഇവിടെ? അവിടെ ഓപ്ഷൻ എ ആയിട്ടുള്ള ഫോളിയാണ് വിസ്റ്റത്തിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയി വരുന്നത്. അടുത്തത് ചൂസ് എ കറക്റ്റ് ഫോം ഓഫ് വേർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് അല്ലേ. കറക്റ്റ് ഫോം ഓഫ് വേർബ് അപ്പം എന്താണ്? അതൊരു സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോൺകോർഡിൻ്റെ കാര്യങ്ങൾ അല്ലേ. നയൻത്ത് ക്വസ്റ്റ്യൻ എന്താണ്? വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് accompany him to the hospital. അവിടെ എന്താണ് ആൻസർ വരേണ്ടത്? വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് accompanies. ഓപ്ഷൻ ബി ആണ് അല്ലേ. വൺ ഓഫ് ദയുടെ ശേഷം എന്താണ്? accompanies. സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കറക്റ്റ് റൂളുകൾ നമ്മൾ
പറഞ്ഞിട്ടുണ്ട്. 10th ക്വസ്റ്റ്യൻ എന്താണ്? ഈച്ച് ചൈൽഡ് എൻറ്റർ ദ കോർട്ട്യാർഡ്. ഈച്ച് ചൈൽഡ് എൻറ്റേഴ്സ് ദ കോർട്ട്യാർഡ് ആണ്. സോ 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, എൻറ്റേഴ്സ് ദ കോർട്ട്യാർഡ്. അടുത്തത് 11th ക്വസ്റ്റ്യൻ. ഇറ്റ് റെയിൻ നൗ. അല്ലേ, നൗ എന്നൊക്കെ കാണുമ്പോൾ അറിയാം അല്ലേ, ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് വേണ്ടത്. സോ 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ് ഈസ് റെയിനിങ് നൗ. 12th ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ്. അല്ലേ, ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ് എങ്ങനെയാണ് വരിക അവിടെ? ഓപ്ഷൻ ബി ആണ്, ഹാവ് യു ഗോൺ ടു ദ മാർക്കറ്റ്. 13th ക്വസ്റ്റ്യൻ. ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ്. അല്ലേ, അതിൻ്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, ഐ ഹിയർ എന്ന് തന്നെയാണ് വരേണ്ടത്. ഐ എന്താണ്? പ്ലൂറലാണ്. സോ ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ്. 14th ക്വസ്റ്റ്യൻ. ദിസ് ഹൗസ് ബിലോങ്സ് ടു മൈ ബ്രദർ. ഇതേ ക്വസ്റ്റ്യൻ, ഒരു ഡിഫറൻസും ഇല്ലാത്ത സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. 14th ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഹൗസ് ബിലോങ്സ് ടു മൈ ബ്രദർ. അടുത്തത് എന്താണ്? 15th ക്വസ്റ്റ്യൻ. ഐ ബി ടു കന്യാകുമാരി വൺസ്. ഇവിടെ ബീൻ്റെ അവിടെയാണ് ബ്രാക്കറ്റ് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക? ഐ ഹാവ് ബീൻ ടു കന്യാകുമാരി വൺസ്. ഐ ഹാവ് ബീൻ ടു കന്യാകുമാരി വൺസ് എന്നാണ്. സോ ഓപ്ഷൻ സി ആണ് 15th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി 16th ക്വസ്റ്റ്യൻ നോക്കൂ. ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ കോൾ ഹിം. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിൽ അല്ലേ, പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, അതിൻ്റെ ഇടയിൽ ഒരു ആക്ഷൻ, വേറൊരു കാര്യം നടക്കുകയാണെങ്കിൽ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും, അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നടന്നത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടതെന്ന്. സോ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക? ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ കോൾഡ് ഹിം എന്നാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, കോൾഡ് ഹിം എന്നാണ് കേട്ടോ. 17th ക്വസ്റ്റ്യൻ. ദേ വിൽ ക്ലൈംബ് ദ മൗണ്ടെയിൻ വെൻ ദ വിൻഡ്സ് ബി സ്യൂട്ടബിൾ. അല്ലേ, ഇവിടെ എന്താണ്? ബി ആണ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ദേ വിൽ ക്ലൈംബ് ദ മൗണ്ടെയിൻ വെൻ ദ വിൻഡ്സ് ഇസ് സ്യൂട്ടബിൾ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 18th ക്വസ്റ്റ്യൻ. വി റീച്ച് ഹോം ബിഫോർ ദ സൺസെറ്റ്. വി ഷാൽ റീച്ച് ഹോം ബിഫോർ ദ സൺസെറ്റ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം. എന്തുകൊണ്ടാണ്? വീൻ്റെ കൂടെ മോസ്റ്റ് പ്രോബബിളി അല്ലെങ്കിൽ എപ്പോഴും ആരാണ്? ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാലാണ് ഉണ്ടാവാറ് അല്ലേ. ഫസ്റ്റ് പേഴ്സണായ ഐ വീൻ്റെ കൂടെ ഷാലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പാർട്ട് എന്താണ്? 6th. ചൂസ് എ കറക്റ്റ് സിനോണിം ഫ്രം ദ ഫോളോയിങ്. സിനോണിം നമ്മളോട് നേരത്തെ ആൻറ്റോണിം ചോദിച്ചു, ഇപ്പോൾ അതേപോലെ അതാ സിനോണിമും. 19th എന്താണ്? ഏത് സിനോണിമാണ് പറഞ്ഞത്? കോൺകോർഡിൻ്റെ സിനോണിം. നമ്മൾ ഇതേ ഒരു സിനോണിം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോൺകോർഡ് എന്താണ്? ഹാർമണി. 20th ക്വസ്റ്റ്യൻ. പ്രൊലോഗ് എന്താണ്? പ്രിയാമ്പിൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് വരും ക്ലാസ്സുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ കീ എന്ന രീതിയിൽ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞതാണ്. അതിൽ 6th ക്വസ്റ്റ്യൻ മാത്രമാണ് ആൻസർ കീയിലൊരു ഡിഫറൻസ് ഉള്ളത്. അത് നമുക്ക് ഫൈനൽ കീ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് അല്ലേ ഇതിൽ നോക്കൂ. 3-4 ക്വസ്റ്റ്യൻസ് അതുപോലെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി എല്ലാതും റൂളുകളാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മഹാത്മയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തതായിട്ട് ഒന്നും തന്നെ ഇംഗ്ലീഷിൻ്റെ പാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറേ കുട്ടികൾ നല്ല മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. 10 മാർക്ക് അല്ലേ, 10 മാർക്കിൽ 10 മാർക്ക് വാങ്ങിയവരുണ്ട്. അതുപോലെ 9.5, 9, 8 ഒക്കെ നേടിയ കുട്ടികളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അപ്പം നമുക്കിനി തുടങ്ങുകയാണ് പുതിയൊരു
കാൽവെപ്പ് എന്ന പോലെ നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങുകയാണ് ഓഗസ്റ്റ് 4-ന്. അപ്പം തുടർന്ന് പഠിക്കുക അല്ലേ, തുടർന്ന് പഠിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ജോലി കിട്ടാൻ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കുറച്ചൊന്ന് ടഫായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് നിർത്തരുത്. അങ്ങനെ നിർത്തുന്നതാണ് നമ്മുടെ ഫെയിലിയർ. അവിടെയാണ് നമ്മൾ തോറ്റു പോകുന്നത്. പരീക്ഷയിൽ ഒരു പ്രാവശ്യം കിട്ടിയില്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ എഴുതി കിട്ടിയില്ല എന്ന് പറയുന്നത് അതങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങളുടെ മതി എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴാണ് നിങ്ങളുടെ ഫെയിലിയർ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകൾ കേൾക്കുക. ഇനി എല്ലാ സാറുമാരും അവരവരുടെ സബ്ജക്റ്റിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഞങ്ങളും നിങ്ങളെ കൂടെ എന്നും ഉണ്ടാവും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് തുടങ്ങാം. നിർത്തുകയല്ല, നമ്മൾ തുടങ്ങുകയാണ് വീണ്ടും. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ മറക്കരുത് അല്ലേ. സക്സസ് ഇസ് ദ റിസൾട്ട് ഓഫ് പെർഫെക്ഷൻ, ഹാർഡ് വർക്കിംഗ്, ലേണിംഗ് ഫ്രം ഫെയിലിയർ, ലോയാലിറ്റി, പേഴ്സിസ്റ്റൻസ് അല്ലേ. സക്സസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ പലതും അടങ്ങിയിട്ടുണ്ട്. പല തവണ പല തവണ നടന്ന ഫെയിലിയേഴ്സ് ഉണ്ടാവാം, നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടാവാം, അതുപോലെ പേഴ്സിസ്റ്റൻസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ എല്ലാ കാലവും കണ്ടിന്യൂ ചെയ്യണം എന്നല്ല. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുത്തുന്നത് വേഗം തന്നെ അത് മാറ്റി നമ്മുടെ ശരിയും നമ്മളെ സക്സസ്സിലേക്ക് നമ്മൾ എത്തണം. അതിലാണ് നമ്മൾ പറയാറ് എപ്പോഴും സ്മാർട്ട് വർക്ക് അല്ലേ. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ എല്ലാവരും ജോലിയിൽ കയറും. ഇപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അത്രയും പിള്ളേർ നല്ല റെസ്പോൺസാണ് തരുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് 4-ാം തീയതി മുതൽ ഗൂഗിൾ മീറ്റിലായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ ഒരു കഴിഞ്ഞ എക്സാം വരെ, ഇപ്പം 30-ാം തീയതി നടന്ന എക്സാം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ നമ്മൾ ക്ലാസ് നടത്തിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കിനി 4-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ളൊരു കോട്ടയത്ത് നിന്നൊരു കുട്ടി ഒരു ഓഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു അനുഭവം, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ച ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം, അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ടായി. ഇതുപോലെ പലവരും ഞങ്ങൾക്ക് ഓരോ ഓഡിയോസും അവരുടെ സന്തോഷവും കാര്യങ്ങളും പഠനത്തിൻ്റെ മികവുകളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയോയും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും കേൾക്കുക. മാക്സിമം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. താങ്ക് യു. എൻ്റെ പേര് സ്വപ്ന. ഞാൻ കോട്ടയത്താണ് എൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ ബാച്ച് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. ഞാനിപ്പം ഈ വോയിസ് ക്ലിപ്പ് അയക്കുന്നത് എൻ്റെ സാറുമാരോട് നന്ദി പറയാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ പരീക്ഷയിൽ എനിക്ക് 59 മാർക്കാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് കിട്ടിയത്. ലിസ്റ്റിൽ വരുമോ ജോലി കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ക്ലാസ് കൊണ്ട് ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഒത്തിരിയും ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒത്തിരിയും കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും എല്ലാം പറ്റിയിട്ടുണ്ട്. ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് മാത്രമായിരുന്നില്ല നമ്മുടെ സാറുമാർ തന്നുകൊണ്ടിരുന്നത്. ശരിക്കും എല്ലാ കാര്യത്തെക്കുറിച്ചും എക്സാമ്പിൾ സഹിതം നല്ല രീതിയിൽ തന്നെ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓരോ മാഷുമാരുടെയും ക്ലാസ് നമുക്ക് ഇപ്പോഴും അതേപോലെ തന്നെ കേട്ട് ആ ക്ലാസ് കേട്ട് തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാം വേറെ കൂടുതലായിട്ട് ഇതില്ലെങ്കിലും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ സാറ് പറഞ്ഞതാണല്ലോ ഇതെന്നുള്ള ഓർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പ്രകാശൻ സാറിൻ്റെ ബാങ്കിങ് ക്ലാസ്സും റോബിൻ സാറിൻ്റെ കോർപ്പറേഷൻ ക്ലാസ്, അതുപോലെ ലോയുടെ സുരേന്ദ്ര സാറിൻ്റെ ക്ലാസ്, മോഹൻ സാറിൻ്റെ ക്ലാസ്, അക്കൗണ്ടൻസിയിൽ പ്രതീഷ് സാറിൻ്റെ ക്ലാസ്, ശിവകുമാർ സാറിൻ്റെ റീസണിങ് ക്ലാസ്,
അപർണ മിസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്, എല്ലാ ക്ലാസ്സും അതുപോലെ തന്നെ. നമുക്ക് എക്സാം ഹോളിൽ ചെന്നിരുന്ന സമയത്ത് എനിക്ക് വളരെ ചോദിച്ചു, ഈ സാർ ഇത് അന്ന് പറഞ്ഞ ക്ലാസ്, സാർ ഇന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അതേപോലെ തന്നെയാണല്ലോ പോലെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നൊരു പാറ്റേൺ പറഞ്ഞു തന്നതാണ് തന്നെ. നമ്മൾ ഡയറക്റ്റായിട്ടാവുകയില്ല, ഇൻഡയറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഏത് രീതിയിലും നമുക്ക് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു സാർമാരന്ന് ക്ലാസ് എടുത്ത് തന്നെ. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് സാർ. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ സഹകരണ ഗുരുനാഥൻ, എനിക്ക് അവസാനത്തെ 2 പാർട്ട് ഇച്ചിരി ലേറ്റായി കിട്ടി. പക്ഷേ ആദ്യത്തെ 2 പാർട്ട് എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അത് രണ്ടും എനിക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റഡി മെറ്റീരിയലായിട്ട് തോന്നി. എൻ്റെ ഈ കുറേ റാങ്ക് ഫയൽസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാതെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരിതാണ്. ഓരോ ഭാഗം വായിക്കുമ്പോഴും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇത് നമുക്ക് എക്സാം ഹോളിൽ ചെന്നിരുന്നപ്പോഴാണല്ലോ ഇത് ഇന്ന പേജ് ഇന്ന സ്ഥലത്ത് കിടന്നൊരു ഭാഗമാണല്ലോ എന്നെനിക്ക് തോന്നി. പലപ്പോഴും എനിക്ക് ആ ഒരു ഇത് തോന്നി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ക്ലാസ്സിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. എനിക്ക് മുന്നോട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മോനും ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സാണ്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. നല്ല ക്ലാസ് തന്നതിന് ഒത്തിരി നന്ദി എല്ലാ സാറുമാർക്കും. മോഹൻ സാറിൻ്റെ ബാക്കിയുള്ള എല്ലാ സാറുമാർക്കും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാ ക്ലാസ്സും ഞാൻ ഓർത്തിരിക്കും. അതുപോലെ എല്ലാം ഓഡിയോ ക്ലാസ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ സഹിതം പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കും. നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിൽ തന്നെ അല്ല പിന്നീടാണെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലിങ്ങനെ പതിഞ്ഞു പോകുമല്ലോ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസങ്ങളിലും. ഒത്തിരി നന്ദിയുണ്ട് സാർ. ഇനി എനിക്കിതിൻ്റെ ഭാഗമാകാൻ പറ്റാത്തതിലുള്ളൊരു വിഷമമേ ഉള്ളൂ. പിന്നെ സഹകരണ ഗുരുനാഥനാണെങ്കിൽ തന്നെ അതും ഒത്തിരി നല്ല രീതിയിൽ തന്നെ സാർ അത് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒത്തിരി നന്ദി സാർ.